ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവമാണ് ഇവിടെ ആവശ്യക്കാരൻ. ദൈവമാണ് ഇവിടെ മുൻകൈയെടുക്കുന്നത് നാമുമായിട്ട് സ്നേഹത്തിലാകുവാനായിട്ട്. നമ്മുടെ ആത്മാവിനെ അത്രയേറെ അസൂയയോടെ കർത്താവ് അഭിലഷിക്കുന്നുവെന്ന് നാം യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ എന്തിനാണ് ദൈവം അവസാനം നമ്മെ വിധിക്കുന്നത്? പരിശുദ്ധ ബെനഡിക്ട് 16 പാപ്പ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വിധി എന്ന് പറയുന്നത് അത് ദൈവം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചതല്ല, മറിച്ച് അത് സ്വാഭാവികമായിട്ട് നമ്മുടെ മേൽ വന്നു ചേർന്നതാണ്. കാരണം നാം ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, മനുഷ്യൻ ആ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തെക്കാൾ ഉപരിയായിട്ട് അന്ധകാരത്തെ സ്നേഹിച്ചുവെന്ന്. ഇങ്ങനെ പാപത്തെ തിരഞ്ഞെടുക്കുവാനായിട്ട്, അന്ധകാരത്തെ പ്രകാശത്തെക്കാൾ ഉപരിയായിട്ട് തിരഞ്ഞെടുക്കുവാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് വന്നു ചേർന്ന ഒന്നാണ് വിധി എന്ന് പറയുന്നത്. മറിച്ചത് ദൈവം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒന്നല്ല. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നമ്മോട് പറയുകയാണ്, ഈ പ്രകാശത്തെ, യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് അനുവദിക്കുമ്പോൾ മാത്രമാണ് ഈ നമ്മുടെ മനസ്സിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് ഈ അന്ധകാരം നിറഞ്ഞതാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയും അതിനെ തിരുത്തുവാനായിട്ടും നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എല്ലാത്തിനും ഉപരിയായിട്ട് പ്രകാശത്തെ സ്നേഹിക്കാം, പ്രകാശത്തെ സ്വീകരിക്കാം. ദൈവം നാമുമായിട്ട് ഒരു സ്നേഹബന്ധത്തിലാകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാൽ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം നിഷേധിക്കാതെ സന്തോഷത്തോടെ അവിടുന്നുമായി സ്നേഹബന്ധത്തിൽ ആകുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.